കുട്ടികളുടെ പഠനത്തെ സഹായിക്കുവാനായി ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മിക്ക വിദ്യാലയങ്ങളും. ഇന്റർനെറ്റ് കുട്ടികളെ നയിക്കുന്നത് വിവരങ്ങളുടെ ഒരു മഹാസാഗരത്തിലേക്കാണ്. അതിൽ നിന്നും തനിക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന് തിരിച്ചറിയുവാനുള്ള വിവേചന ബുദ്ധി കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനുള്ള പരിശീലനവും അവർക്ക് ലഭിക്കേണ്ടതായുണ്ട്. ടെക്നോളജിയോടൊപ്പം ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. സ്വാഗതം ചെയ്യാം പത്തനംതിട്ട ജില്ലയിലെ MGM ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലി ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. MGM ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും MGM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയുടെ സ്വന്തം എന്ന് അവകാശപ്പെടുന്ന വഞ്ചിപ്പാട്ടിലൂടെ ഹരിത വിദ്യാലയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സ്വാഗതമെന്നും ഹരിത വിദ്യാലയമേ സ്വാഗതം സ്വാഗതമെന്നും. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന മേഖലകൾ അടിസ്ഥാന സൗകര്യം, സാങ്കേതിക മികവ്, സമൂഹ കൂട്ടായ്മയാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ. അവിടെ കളിക്കാനുള്ള സൗകര്യമൊക്കെ ധാരാളം ഉണ്ടോ? ഉണ്ട്, ധാരാളം ഉണ്ട്. എന്തെല്ലാം കോർട്ടുകളുണ്ട്? ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള പിച്ചുണ്ട്, പിന്നെ ഷട്ടില്, പിന്നെ ഞങ്ങൾക്കൊരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ക്രിക്കറ്റ് പിച്ച് എന്താണ്, മാറ്റിട്ട പിച്ചാണോ അതോ ടർഫാണോ? മാറ്റ്, ഈ കയർ മാറ്റിട്ട പിച്ചാണോ അതോ ഈ പുല്ല് തന്നെയാണ്? അതെങ്ങനെ, അത് പ്രത്യേകമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അതോ? അത് റോളർ പോലൊരു ഞങ്ങളുടെ സ്കൂളിലുണ്ട്, അത് വെച്ച് മെയിൻറ്റെയിൻ. അത് ശരി. എന്നിട്ട് പിന്നെ നെറ്റ് പ്രാക്ടീസ് ആണോ ചെയ്യുക അതോ ഓപ്പൺ ഗ്രൗണ്ടിലാണോ കളിക്കുന്നത്? നെറ്റ് പ്രാക്ടീസ്. നെറ്റിലാണ് കളിക്കുന്നത് അല്ലേ? ഫുൾ ലെങ്ത് നെറ്റോ അതോ ഹാഫ് ലെങ്ത് നെറ്റോ? ഫുൾ ലെങ്ത്. എത്രയാണ് ലെങ്ത് ക്രിക്കറ്റ് പിച്ചിൻ്റെ? 26 yards. 26 yards. ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കണം കേട്ടോ. ശരി. വൈകുന്നേരം ഒരു 5 മണിക്ക് വന്നാലേ, ഇപ്പോൾ കെസിയ അവിടെ വന്നാൽ ഒരു എത്ര കുട്ടികൾ കളിക്കുന്നുണ്ടാവും? അവിടെയാണെങ്കിൽ PT പീരീഡിലുള്ള മിക്കവാറും കുട്ടികളെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. PT പീരീഡിലാണെങ്കിൽ ആ സമയത്ത് എല്ലാവരും കളിക്കും. അത് കഴിഞ്ഞ് ക്ലാസ് വിട്ട് കഴിഞ്ഞ് കളിക്കുന്നവർ എത്ര പേര് കാണും? ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനോട് താല്പര്യമുള്ള കുട്ടികളുണ്ട്. താല്പര്യമുള്ളവർ കളിക്കും എന്നുള്ളത് ഒരു എന്താ പറയുന്നത്, അതൊരു സർക്കുലർ റീസണിങ് ആണ്. എത്ര പേരുണ്ടാകും കളിക്കുന്നവർ? 100-ലധികം പേര് കളിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ? നിങ്ങളുടെ അവിടെ എത്ര കുട്ടികളാണ് ഉള്ളത് മൊത്തം? 2500 കുട്ടികളുണ്ട്. അപ്പോൾ 100-ലധികം പേര് താല്പര്യമുള്ളവരുള്ളോ? സ്കൂള് വിട്ട് കഴിഞ്ഞ ശേഷം സ്കൂൾ വിട്ടാൽ പിന്നെ വീട്ടിലെത്താനാണ് താല്പര്യം അല്ലേ? ഈ വൈകുന്നേരം അവിടെ നിന്ന് കളിക്കുക എന്നുള്ള ഒരു രീതി ഇപ്പോഴും കുറവാണോ? തീരെ കുറവാണോ? അത് ഈ ടീമിലൊക്കെ കളിക്കുന്നവരും മത്സരത്തിന് പോകുന്നവരും മാത്രമേ കളിക്കാറുള്ളൂ? അല്ല, തീരെ കുറവാണെന്നല്ല. ബോയ്സ് ഒക്കെ പ്രത്യേകമായിട്ടും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണല്ലോ, അന്നേരം അവരൊക്കെ നിന്ന് ഗേൾസ് കളിക്കുന്ന കളികൾ എന്തെല്ലാമാണ് അവിടെ ഉള്ളത്? ബിറ്റി പറയും. ഹാൻഡ്ബോൾ കളിക്കാറുണ്ട്. ഹാൻഡ്ബോള്. ഫുട്ബോള് ഗേൾസിന് പറ്റില്ല? ഫുട്ബോള് ഇല്ല? ഫുട്ബോള് ഗേൾസ് കളിക്കാറുണ്ടോ? സ്റ്റേറ്റിലൊക്കെ കളിയില്ലേ? ഇന്റർ സ്കൂളിനൊക്കെ കളിയുണ്ട്. പക്ഷെ നിങ്ങളവിടെ ഇല്ല. പിന്നെ ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ട്. ബാസ്കറ്റ്ബോള്. ബിറ്റി കളിക്കുവോ? നല്ല പൊക്കം ഉണ്ടല്ലോ. ബാസ്കറ്റ് കളിക്കുവോ? ഞാൻ കളിക്കില്ല. ഇല്ല. പിന്നെ ബിറ്റി എന്താ കളിക്കുന്നേ? ഞാൻ സ്പോർട്സ് ഐറ്റങ്ങളല്ല, കൂടുതലും ഞാൻ ഈ പോയം റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്. അങ്ങനെ ഒരു ഡിവിഷൻ ഇത്ര ചെറിയ പ്രായത്തിലേ വേണ്ട. വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടെന്ന് കാണിച്ചു. എല്ലാവരും ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത്? നിങ്ങളിവിടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. പറയൂ, മോള് ചെയ്ത ഒരു കാര്യം പറയൂ. ഞങ്ങൾ ഈ വാട്ടർ കൺസർവേഷൻ, മൈക്ക് കൂടെ വേണം സംസാരിക്കാൻ. വാട്ടർ കൺസർവേഷൻ ഞങ്ങൾ അതിന്റെ ഒരു എന്ത് കൺസർവേഷന്? വാട്ടർ. മോളെ മൈക്ക് കൂടെ വാട്ടർ. അത് പിന്നെ ഞങ്ങള് ഈ കാൽക്കും ഇംപ്രസ് അതൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഓരോ പ്രോജക്റ്റ് തന്നു ടീച്ചേഴ്സ്. മോള് ചെയ്ത ഒരു പ്രോജക്റ്റിന്റെ പേര് മാത്രം? ഞാൻ വാട്ടർ കൺസർവേഷൻ. അതിലെന്താണ് ചെയ്തത് മോള്?
ഞാൻ അത് ചെയ്തത് ഒരു വിവരം അത് എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഇമേജ് എന്ത് വിവരം എടുത്തത്? അത് ഞങ്ങളുടെ മൈക്കിൽ കൂടെ പറയും മോളെ. ഓക്കെ, സോറി. ഞങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പം വെള്ളം എന്താ വളരെ വളരെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ ആ ഒരു കാര്യങ്ങൾ അതെങ്ങനെ നമ്മൾ കൺസേർവ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ള കുറേ ഇൻസ്ട്രക്ഷൻസും പിന്നെ ചില വാട്ടർ കമ്പ്യൂട്ടർ ലാബ് യൂസ് ചെയ്തോ അതിനു വേണ്ടി? കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിച്ചാണോ ഇത് ചെയ്തത്? എന്താ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചാൽ കമ്പ്യൂട്ടർ ലാബിൽ എന്താണ്? ഇന്റർനെറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തോ? എന്താ ചെയ്തതെന്ന്? നെറ്റിൽ കൂടെ ടീച്ചറെ ഞങ്ങൾ ഇത് ചെയ്തത്. നെറ്റില് ടെൻഷൻ എടുക്കണ്ട, പതിയെ പറഞ്ഞാൽ മതി, മൈക്കിലൂടെ പതിയെ പറയൂ. ഓക്കെ, നെറ്റിൽ നിന്ന് ഞങ്ങൾ എന്തുവാ അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കൃത്യമായി ഞാൻ മാത്രമല്ല ഞങ്ങളൊരു ടീമായിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ഇച്ചിരി സംശയമൊക്കെ ഉണ്ടെന്നെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിച്ച്. ഇത് ഏത് സബ്ജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്? ഞങ്ങളോ സയൻസിന്റെ ഇതായിട്ട്. സയൻസ് എന്ന് പറയാതെ ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ വലിയ കുട്ടിയല്ലേ, ഏതാന്ന് പറയൂ. സയൻസ് അങ്ങനെ പറയൂ. ബയോളജിക്ക് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ടീമായിട്ടിരുന്ന് ചെയ്തു. എനിക്ക് കുറച്ചുകൂടെ അതിൻ്റെ, നിങ്ങൾ ഇത്രയും വലിയൊരു കമ്പ്യൂട്ടർ ലാബുണ്ട്, നിങ്ങൾ സാങ്കേതിക മികവുള്ള ഒരു സ്കൂളാണെന്ന് എഴുതിയപ്പോൾ അതിന് ഉദാഹരണമായിട്ട് എന്നോടൊന്ന് പറയും, നിങ്ങൾ എന്താ ചെയ്തത്? ഈ സാങ്കേതിക മികവില്ലാത്ത ഒരു സ്കൂളിലും കുട്ടികൾ പ്രോജക്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ സാങ്കേതിക മികവുള്ള നിങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് എന്നോടൊന്ന് പറഞ്ഞു കേൾപ്പിക്കും. ഞങ്ങൾ മലയാള വിഷയമായ പഠനത്തിൻ്റെ ഭാഗമായി ഉള്ളൂരിൻ്റെ അന്നും ഇന്നും ഉള്ളൂർ കവിതകളിലെ ഒരു ഉന്മേഷം എന്ന ഒരു പാഠം ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അത് അന്നും ഇന്നും എന്ന കവിത ഞങ്ങൾ പലയിടത്തും തിരഞ്ഞു, ലൈബ്രറിയിലൊക്കെ തിരഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് ലഭ്യമായില്ല. പിന്നെ നെറ്റിലൂടെ ഞങ്ങൾ ആ കവിത ഡൗൺലോഡ് ചെയ്തെടുക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രോജക്റ്റായി ഞങ്ങൾ തയ്യാറാക്കി കുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും അത് ഞങ്ങൾ 10ാം ക്ലാസ്സിലെ മറ്റു ഡിവിഷനുകളിൽ അത് ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. സാഹിത്യ അക്കാദമിക്ക് സൈറ്റ് ഉണ്ടോ മോനെ? കേരള സാഹിത്യ അക്കാദമിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടോ? ഞങ്ങൾ നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ തന്നെ നല്ല സൈറ്റുകൾ വേറെ ഉണ്ടോ എന്നൂടെ നോക്കണം. ONV സാറിൻ്റെ ഒരു വരിയുണ്ട്, എന്താണ്? ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടുവെച്ചു, അല്ലെ തൊട്ടുവെച്ചു. ഞാൻ പറയുന്നു 1 ഗ്രാം കുങ്കുമം ഞാൻ തൊട്ടുവെച്ചു. എന്താ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം? അയ്യോ സാറേ, ഗ്രാം മീൻസ് നമ്മുടെ മനസ്സിലൊരു അളവുണ്ടാവും, ഇത്ര 1 ഗ്രാം ആണ് എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ ഒരു നുള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എടുക്കുന്ന ഒരു നുള്ളു അത്ര നമ്മൾ വെച്ച് നമുക്ക് അതിന്റെ ശരിക്കുമുള്ള ആ ഇത് അളവ് അത്രയും ഗ്രഹിക്കാൻ കഴിയത്തില്ല. അത്രേ ഉള്ളൂ. അതല്ല മോളെ, അതിനൊരു സൗന്ദര്യാത്മകമായ ഒരു തലമുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ആകാശം കാണുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു മഴ കാണുമ്പോൾ ഒക്കെ നമ്മളെ മനസ്സിന് ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ, നല്ലൊരു ചിത്രം കാണുമ്പോൾ, ആ ഒരു വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. കുറച്ച് കൂടുതൽ ആലോചിച്ച് മാഷുമാരുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് ഇടപെട്ടോ. ഇഞ്ചോടിഞ്ച് പൊരുതി എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആയിട്ട് പൊരുതി എന്ന് പറയുന്നത് രണ്ടും ഒരുപോലാണ്. അല്ല, അതാണ് വ്യത്യാസം. അല്ല പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മാത്രം മതിയോ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്? അത് കുട്ടികളുടെ കുട്ടികൾ ഒന്നിച്ച് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു വലിയ രക്ഷകർത്താക്കളുടെയും താല്പര്യം കൂടെ അധ്യാപകർക്ക് നോക്കേണ്ടതുള്ളത്. എന്തുകൊണ്ടാണ് രക്ഷകർത്താക്കൾക്ക് താല്പര്യം വരാത്തത്? ഉച്ചഭക്ഷണ പരിപാടി അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം പോലെ ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കും. ഉച്ചഭക്ഷണ പരിപാടി 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഉള്ളൂ. 5ാം ക്ലാസ് മുതൽ നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെടും. പക്ഷെ അത് മനസ്സിലായി, ഉള്ളൂ എന്ന് പറഞ്ഞത് മനസ്സിലായി. ഉള്ളൂ, ഞങ്ങൾ ഇനി അത് കൊടുക്കാൻ അതിലപ്പുറം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ വരുന്ന ഈ കുട്ടികൾക്ക് മാത്രമല്ല ആഹാരം കൊടുക്കുന്നത്. ഏതെങ്കിലും കുട്ടികൾ ആഹാരം കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ക്രമീകരണവും ഞങ്ങൾ ചെയ്യാം. അതൊരു സമീപനത്തിന്റെ കാര്യമാണ്. മാഷ് പറഞ്ഞത് ശരിയാണ്. 5 മുതൽ 8 വരെയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് സഹായം അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന പല സ്കൂളുകളിലും 10ാം ക്ലാസ് വരെ ഇല്ല, ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞത് സർക്കാർ ലെവലിൽ 5ാം ക്ലാസ് വരെ, അതാണ് ആ കണക്കാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. 5 മുതൽ 8 വരെ കുടിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു എണ്ണമാണ് ഞങ്ങൾ തന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട്.
അത് 10 ഏത് കുട്ടികൾ ആഹാരം കഴിക്കാതെ വരുന്ന വരാതിരിക്കുന്ന ഏത് കുട്ടികളും അവിടെ ആഹാരം ആവശ്യപ്പെടുമ്പോൾ രാവിലെ തന്നെ ടീച്ചേഴ്സിനോട് പറയും, അല്ലെ അടുത്തുള്ള കൂട്ടുകാർ പറഞ്ഞാലും. പോയിന്റ് പറയുന്നത് ഈ പട്ടിണി ഉള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പല കുട്ടികൾക്കും മാനസികമായിട്ട് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് നമ്മളെക്കാൾ സാമ്പത്തിക നിലയുള്ള രാജ്യങ്ങളിൽ പോലും ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവരും സ്കൂളിൽ നിന്ന് ആഹാരം കഴിക്കണം, സാമ്പത്തിക സൗകര്യമുള്ളവർക്ക് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ അതിനോടുള്ള സമീപനം പൂർണ്ണമായിട്ടും മാറും. അത് നിർബന്ധമല്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ കൊടുക്കാത്തതിന് കുറ്റപ്പെടുത്തുകയല്ല. ഞങ്ങൾ ആഹാരം എല്ലാ കുട്ടികൾക്കും വിശക്കുന്ന എല്ലാ കുട്ടികളും അവിടെയാണ് ആവശ്യക്കാർക്ക്, വിശക്കുന്നവർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന കുട്ടികളുണ്ടാക്കുന്ന മനോഭാവം വേറെ ഒന്നാണ്. അതേസമയത്ത് എല്ലാവരും സ്കൂളിൽ നിന്ന് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന മനോഭാവം വേറെയാണ്. ആ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളെ കുറ്റപ്പെടുത്തുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾക്ക് കൂടുതൽ ഫലപ്രദമായ സ്കൂളിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു അവസരം കൂടി അത് നൽകും. കുട്ടികൾക്ക് കിട്ടുന്ന ആഹാരം നല്ലതാണോ, അവർക്ക് കൂടുതൽ താല്പര്യം അതിലുണ്ടാവും. ഇടയ്ക്ക് ആരോണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സ്കൂള് എൻ്റെ തറവാട് പോലെയാണ്. ആരാ പറഞ്ഞത്? ആണോ? എന്തായിരുന്നു അങ്ങനെ പറയാൻ ഉണ്ടായൊരു സംഭവം? എന്താണ് അതങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ സ്കൂളിൽ സ്പോൺസർ ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ സ്പോൺസർ ചെയ്യുന്ന 3 കുട്ടികളുണ്ട്. അവരിലൊരാൾ അങ്ങനെ പറഞ്ഞേ. ഇനി നിങ്ങൾ കുറേ പസിൽസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാനൊരു കൊച്ചു പസിൽ നിങ്ങൾക്കെല്ലാവർക്കും പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാമല്ലോ. ചെറിയ ഇതേ ഉള്ളൂ, എല്ലാവർക്കും കൂടെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അവസാനം വരുന്ന എന്താണെന്നുള്ളത് ഞാൻ പറയും. അതിനകത്തുള്ള ചെറിയ ഗണിതശാസ്ത്ര തത്വം മാത്രമേ അതിനകത്തുള്ളൂ. അത് എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക്, ചെറിയ വാക്കെടുത്താൽ നിങ്ങൾക്ക് സൗകര്യം, അല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ചില കാൽക്കുലേഷൻസ് പിന്നെ ബുദ്ധിമുട്ട് വരും. ചെറിയ ഒരു വാക്ക് ഇംഗ്ലീഷിലോ എടുത്താൽ മതി. അതിലെത്ര അക്ഷരങ്ങളുണ്ടെന്ന് കൗണ്ട് ചെയ്യാം, നമ്പർ ഓഫ് ലെറ്റേഴ്സ്. അതിൻ്റെ ഇരട്ടി അതിൻ്റെ കൂടെ കൂട്ടുക. ഓക്കെ, ആ കിട്ടിയതിനെ 3 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഒരു നമ്പർ കിട്ടിയല്ലോ, അതിൽ ഒന്നിലധികം അക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടുക. അതിൽ 4 കൂട്ടുക. ആ കിട്ടിയ 2 അക്ക നമ്പർ ആയിരിക്കുമല്ലോ, അത് 2 കൂടെ കൂട്ടുക. ഇപ്പോൾ ഒരു നമ്പർ കിട്ടിയില്ലേ, ആ നമ്പർ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് 1 കിട്ടിയതെങ്കിൽ എ, 2 കിട്ടിയതെങ്കിൽ ബി, 3 കിട്ടിയതെങ്കിൽ സി, 4 കിട്ടിയതെങ്കിൽ ഡി, 5 ഇ. അങ്ങനെ നിങ്ങൾക്ക് ഏത് അക്ഷരം, ഏത് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ്, അതിൽ തുടങ്ങുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് മനസ്സിൽ കണ്ടല്ലോ. അതിൽ അവസാനത്തെ അക്ഷരം, ആ അവസാനത്തെ അക്ഷരത്തിൽ ഒരു മൃഗത്തിൻ്റെ പേര്, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന ഒരു ഫ്രൂട്ട്, ഒരു പഴം, ഏതെങ്കിലും ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഡെൻമാർക്ക്, കങ്കാരു, ഓറഞ്ച് ആണോ? ഡെൻമാർക്ക്, കങ്കാരു, ഓറഞ്ച്. അതെ ആണല്ലോ. ആർക്കെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. MGM ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. MGM ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലയ്ക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 84.2 ഔട്ട് ഓഫ് 100.